അഭിലാഷ് കാണിച്ച വീഡിയോകളിൽ കൂടുതലും ഫേക്ക് ആവാനാണ് സാധ്യതയെന്ന് ഞാൻ കരുതുന്നു. അഭിലാഷെ മനസ്സിലാക്കൂ, ഈ ലോകത്ത് 10,000 നൈജീരിയയിൽ കൊല്ലപ്പെടുന്നു, 10,000 കെനിയയിൽ കൊല്ലപ്പെടുന്നു. നേതൃത്വമില്ലാത്ത ഒരു കൂട്ടം തെമ്മാടി കൂട്ടങ്ങൾ കാണിക്കുന്ന കുറെ കോപ്രായങ്ങളെ ഇത്തരത്തിലല്ല, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇത്തരത്തിലല്ല ഈ നാട്ടിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ എന്റെ നരേറ്റീവ് ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കൂ. ഞാൻ പറയട്ടെ, കെന്നഡി കരിമ്പൻകാലായിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന പള്ളികളെയും അലങ്കാരങ്ങളുള്ള സ്കൂളുകളെയും ഷോപ്പിംഗ് കോംപ്ലക്സുകളെയും മാത്രമൊന്നുമല്ല, ഈ നമ്മുടെ റോഡരികിലൊക്കെ വാഹനങ്ങളൊക്കെ നിർത്തുന്ന സമയത്ത് അവിടെ ക്രിസ്മസ് പാപ്പായുടെ മുഖമൂടിയും തൊപ്പിയും ബലൂണും ഒക്കെ വിൽക്കുന്ന ആളുകൾ പോലും ടാർഗറ്റ് ചെയ്യപ്പെട്ടു. ഇതൊന്നും ഹിന്ദു രാഷ്ട്രത്തിൽ പറ്റില്ല എന്ന് ആക്രോശിക്കുന്നത് നേരത്തെ വിഷ്വലിൽ അങ്ങ് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തു തോന്നുന്നു അഭിലാഷേ? ആദ്യം തന്നെ അഭിലാഷ് കുറച്ച് വെള്ളം കുടിക്കുക. കാരണം BJP-യുടെ പ്രതിനിധിയോട് ഏറ്റുമുട്ടി തളർന്നിരിക്കല്ലേ. ആദ്യമേ പറയാം അഭിലാഷ്, ഒരു കാര്യം, അല്ല തളരരുത്. കാരണം ഞാൻ പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. ഒരു കൊട്ടേഷൻ എടുത്താൽ അത് കൃത്യമായി നടപ്പാക്കണം. തളരരുത്. ഞാനൊരു കാര്യം പച്ചയ്ക്ക് പറയാം. സാമൂഹ്യ ഉത്തരവാദിത്തമല്ലേ ശ്രീ കെന്നഡി കരിമ്പൻകാലായി? നമസ്കാരം. ഞാൻ പറയുമ്പോൾ ബാക്കി കേൾക്കുക, എന്നിട്ട് കേട്ടിട്ട് പറഞ്ഞോ. അതായത് വടക്കേ ഇന്ത്യയിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് അക്രമങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ കൂടുതൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുരോഹിതനെ അവിടെ കൊണ്ടിരുത്തി, ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. പക്ഷെ അദ്ദേഹം വിദേശത്തൊക്കെ കറങ്ങിയിട്ട് ആകെ ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ലോകത്ത് സ്വന്തം നേർ സഹോദരങ്ങൾക്കെതിരെ നടക്കുന്നത് അദ്ദേഹം കണ്ടുമില്ല, കേട്ടുമില്ല. നന്നായിരിക്കട്ടെ. പാതി അടഞ്ഞ ചെവിയും പാതി അടഞ്ഞ കണ്ണുമായി ഒരു പുരോഹിതൻ നമുക്ക് വേണ്ട വിധം അത് ചികിത്സിക്കാം. അല്ല ശ്രീ കെന്നഡി, അദ്ദേഹം വിഷയത്തിൽ ഭാരത ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയായിട്ടുള്ള പുരോഹിതനല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ ചർച്ചിൽപ്പെട്ടതും അദ്ദേഹത്തിന്റെ വിശ്വാസം പിന്തുടരുന്നതുമായിട്ടുള്ള സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ, ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് അടിച്ചോടിക്കപ്പെടുമ്പോ വേദന ഉണ്ടാവും. അത് സ്വാഭാവികമല്ല, അതൊരു മാനുഷിക ഭാവമാണ്, മനുഷ്യന്മാരായ ആളുകൾക്കുള്ളതാണ്. എനിക്കറിയില്ല. പിന്നെ അല്ല, ഞാനൊക്കെ മൃഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 24 മണിക്കൂറെങ്കിലും നല്ല ഗാഢമായ സെർച്ചിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ സംഘടിപ്പിച്ച്, എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പകുതിയിൽ കൂടുതൽ ഫേക്ക് ആവാനാണ് അഭിലാഷ് കാണിച്ച വീഡിയോകളിൽ കൂടുതലും ഫേക്ക് ആവാനാണ് സാധ്യതയെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും വന്നു. പക്ഷേ അഭിലാഷ് മനസ്സിലാക്കൂ, ഈ ലോകത്ത് 10,000 നൈജീരിയയിൽ കൊല്ലപ്പെടുന്നു, 10,000 കെനിയയിൽ കൊല്ലപ്പെടുന്നു. ഞാൻ അങ്ങോട്ട് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത് മരിച്ച ശ്രീനിവാസൻ എഴുതിയ സിനിമയിലെ ആ ഒരു സിനിമയില് മോഹൻലാലിന്റെ കഥാപാത്രം ശ്രീനിവാസന്റെ കഥാപാത്രം തമ്മിൽ സംഭാഷണമുണ്ട്. അതില് ശ്രീനിവാസന്റെ കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രത്തോട് പറയുന്നത് അങ്ങ് ശ്രീപത്മനാഭനോട് പറയുന്നതായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. തല്ലിക്കോളൂ, എത്ര വേണമെങ്കിലും തല്ലിക്കോളൂ, ഈ നാട്ടിലൊന്നും ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ അവമതിക്കല്ലേ, തല്ലിക്കോളൂ, എത്ര വേണമെങ്കിലും തല്ലിക്കോളൂ എന്ന് ഇങ്ങനെ സംഘപരിവാറിന്റെ കാൽ പിടിച്ച് സോദരർ തമ്മിലെ പോരല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ തല്ലങ്ങ് സഹിച്ചോളാം എന്ന് പറയുന്നത് കേൾക്കുന്ന താങ്കളുടെ സുഹൃത്തുക്കളും സഹോദരന്മാരും കുടുംബാംഗങ്ങളുടെ ഒക്കെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അല്ല അഭിലാഷ്, ഞാൻ മറ്റൊരു ആംഗിളാ പറയുന്നത്. ഞാൻ അഭിലാഷിന് എന്റെ ചേട് കാണിച്ചു തരുന്നു. തല്ലിക്കോളൂ, എത്ര വേണേ തല്ലിക്കോളൂ. ഞാൻ സത്യം പറയും, ഞാൻ സത്യം പറയും. തല്ലിക്കോളൂ, എത്ര വേണമെങ്കിലും ഞാൻ പറയട്ടെ. ഏതായാലും ഇത് ലോകത്തെ ഇതിനെ ഒരിക്കലും ഞാൻ കുറച്ച് കാണുന്നില്ല. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു വാർത്ത കൊടുക്കേണ്ടതാണ്. താങ്കൾ ഇതിനെ കുറച്ച് കാണുന്നില്ല എന്നുള്ളത് എന്നെ പറഞ്ഞ് പൂർത്തിയാക്കാതെ കട്ട് ചെയ്യരുത് കേട്ടോ എനിക്കൊരു സാഹചര്യം. പറയട്ടെ. പുറത്ത് ഈ ലോകത്ത് മുഴുവൻ 10,000 കൊല്ലപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉരിയാടാതെ, അതും ലോകത്ത് 50ഓ 55ഓ മുസ്ലിം രാജ്യം ഉണ്ടായിരിക്കെ ഒരൊറ്റ അഭയാർത്ഥിയെയും എടുക്കാത്ത മുസ്ലിം രാജ്യങ്ങൾ, ഈ അഭയാർത്ഥികൾ മുഴുവൻ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറി അവിടെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ, താന്തോന്നിത്തരങ്ങൾ, അവിടെ കാണിക്കുന്ന അക്രമങ്ങൾ, അവിടെ പൗരത്വം കൊടുത്തിട്ട് ഇപ്പോൾ ആ രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന ഗതികേടുകൾ,
ഇതൊന്നും ആ പുരോഹിതൻ കാണാതെ കേൾക്കാതെ ഉരിയാടാതെ നന്മയുടെ പ്രതിരൂപമായി കെന്നഡി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിട്ട ആക്രമണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടയിൽ നേരിട്ട ആക്രമണങ്ങളെ കുറിച്ചല്ലേ പറയാ, അതല്ലാതെ ഉഗാണ്ടയിലും നൈജീരിയയിലും അസർബൈജാനിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണോ ആ സമയത്ത് അദ്ദേഹം പറയേണ്ടത്? സ്വന്തം സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു പുരോഹിതൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വൈക്ലഭ്യം അക്കാര്യത്തിൽ? ഒരു പുരോഹിത വേഷത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാമോ? ഞങ്ങളുടെ കൂട്ടുകാരെ അങ്ങനെ പറയാമോ? അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയാണോ? അച്ഛൻ പറഞ്ഞിനി സംഘപരിവാറിനെങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും എന്നാണോ? സമ്മതിക്കല്ലോ പറയുന്നേ, രസല്ലേ? ഞാൻ പറയട്ടെ, അഭിലാഷ് തന്നെ പറഞ്ഞോണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഞാൻ വിദേശത്തായിരുന്നു, വിദേശത്തൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചപ്പം ഏതാണ്ടൊക്കെ പാളിപ്പോയി, പുള്ളിയുടെ ഒരു വശം തളർന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുള്ളി ഈ ഒരു വശം മാത്രമേ തളരുന്നുള്ളൂ, അതിനേക്കാളൊക്കെ ഗംഭീരമായ കാര്യങ്ങൾ പലതും പുള്ളി കാണാതെ പോകുന്നു. എന്തായാലും ഞാൻ പറയുന്നത് ഒരു കൂട്ടം ഫനാറ്റിക്സ്, നേതൃത്വമില്ലാത്ത ഒരു കൂട്ടം തെമ്മാടി കൂട്ടങ്ങൾ കാണിക്കുന്ന കുറെ കോപ്രായങ്ങളെ ഇത്തരത്തിലല്ല, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇത്തരത്തിലല്ല ഈ നാട്ടിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവിടെ തെറ്റ് നടന്നിട്ടുണ്ട്, തമാശയല്ല, ഗൗരവത്തോടു കൂടി ഒരു കാര്യം പറയാം. ഒരു കൂട്ടം നേതൃത്വമില്ലാത്ത ഫനാറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്റെ നരേറ്റീവ് ഉണ്ടാക്കാൻ എന്നെ സമ്മതിക്കൂ. ഒരു സെക്കൻഡ്, എന്റെ വായിൽ കുത്തിക്കേറ്റാതെ, എന്റെ വായിൽ കുത്തിക്കേറ്റാതെ എന്റെ നരേറ്റീവ് പ്രത്യയശാസ്ത്ര പദ്ധതിയുടെ ഭാഗമാണ്. എന്റെ കയ്യിൽ ഭൂലോകമണ്ടന്മാരല്ല. ക്രിസ്മസിനെ ഓർഗനൈസർ ഡിസാസ്റ്ററസ് സെലിബ്രേഷൻസ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ സംഘടനകളൊക്കെ ഒക്കെ സംഘപരിവാറിന്റെ സംഘടനകളാണ്, സംഘപരിവാർ സ്ഥാപിച്ച സംഘടനകളാണ്. പരിവാർ എന്നറിയപ്പെടുന്ന സംഘടനകളിൽ 2 സംഘടനകളാണ് ഈ പറയുന്ന VHPയും ബജ്രംഗ് ദളും. ഇത് ഏതോ വഴിയെ പോകുന്ന ആരോ എന്തൊക്കെയോ ഹിന്ദു എന്നൊക്കെ പേരിട്ട് വന്ന് ഫനാറ്റിക്സ് അല്ല. അഭിലാഷിന്റെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, എന്നെ പറയാൻ അനുവദിക്കുക. എന്നെ കുറിച്ച് ഇങ്ങനെ വികലാംഗനാക്കാതെ ഞാൻ ആദ്യം പറഞ്ഞ എന്റെ നരേറ്റീവ് ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കൂ. ഞാൻ പറയട്ടെ, ഇങ്ങനെ കുറച്ച് ഫനാറ്റിക്സ് അവിടെ കാണിച്ചാൽ ഗവൺമെന്റ് അത് നേരിടണം, അതിന്റെ കേസെടുക്കണം. ഈ നാട്ടിലെ മാധ്യമങ്ങളും മറ്റുള്ളവരും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കണം. ഈ ക്രിമിനലുകളെ വേണ്ട വിധത്തിൽ ശിക്ഷിക്കുന്നതിന് നടപടിയെടുക്കണം. അല്ലാതെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഹമാസിനെയും ഹിസ്ബുള്ളയ്ക്കും കൊടുക്കുന്ന മാതിരി 10 പൈസ ചെലവില്ലാതെ അവർക്ക് പരസ്യം ഉണ്ടാക്കി കൊടുക്കുന്ന മാതിരി ഇങ്ങനെ രാവിലെ വൈകുന്നേരം ഇങ്ങനെ ഇട്ടടിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവർക്ക് ഗുണമുണ്ടാവുന്നുള്ളതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു ദോഷവും അവർക്ക് സംഭവിക്കുന്നില്ല. തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന സമീപനമായിരിക്കണം എന്റെ അഭിലാഷം. സമീപനം എന്നെ പറയിച്ചില്ല. ശ്രീ ദീപക് തടസ്സപ്പെടുത്തി എന്നെ പറയിക്കല്ല. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാനൊരു കമന്റ് പറഞ്ഞതല്ലേ? താങ്കൾ പറഞ്ഞു ഇതൊന്നും കൊടുക്കരുത്, ഈ ദൃശ്യങ്ങളൊന്നും കാണിക്കരുതെന്നല്ലേ പറഞ്ഞത്? അതാ പറഞ്ഞ ഇന്ത്യയിൽ ക്രിസ്ത്യാനിയെ ആര് തല്ലിയാലും കൊന്നാലും പത്രങ്ങളൊന്നും വാർത്ത കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത് എന്നല്ലേ പറഞ്ഞത്? ചാനലുകളൊന്നും ഇത് കൊടുക്കരുത് എന്നല്ലേ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ അങ്ങയുടെ പ്ലീ അംഗീകരിച്ചു. മതിയോ? അല്ല, ഈ നാട്ടിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും പരിപോഷിപ്പിക്കുന്ന മാതിരി തെമ്മാടികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടിൽ നിന്ന് മാറി സർക്കാരിനും പോലീസിനും ഒക്കെ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ ഇത്തരം ഇടവേള വേണം. ബജ്രംഗ് ദളും ഹിന്ദു രാഷ്ട്ര ദളും ഒക്കെ അല്ലേ?